തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ഗ്രാമവാസികൾക്ക് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി അവൻ വെളുത്ത ഷർട്ടും മുണ്ടും ധരിക്കുന്ന മുത്തുമാസ്റ്ററായിരുന്നു. ബീഡിയും വലിച്ച് പാടത്ത് പണിയെടുത്ത് ക്ഷേത്രത്തിന് സമീപം ലളിത ജീവിതം നയിച്ച ഒരു സാധാരണക്കാരൻ. നാട്ടുകാർ ബഹുമാനത്തോടെ അയാളെ അണ്ണാച്ചി എന്നും വിളിച്ചു. 70കാരനായ മുത്തുമാസ്റ്റർ. എന്നാൽ ഈ പുരുഷ വ്യക്തിത്വമുള്ള മുത്തുമാസ്റ്റർ ഉള്ളിൽ ജീവിച്ചിരുന്നത് പെച്ചിയമ്മാൾ എന്ന സ്ത്രീ ആയിരുന്നെന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അതാണ് ഒരു സ്ത്രീ പുരുഷനായി ജീവിച്ച കഥയല്ല, നടന്ന സംഭവം. എന്തിനായിരുന്നു പെച്ചിയമ്മാളിൻ്റെ ഈ വേഷം കെട്ടൽ? തനിക്ക് അന്തസ്സും സുരക്ഷിതത്വവും ഉറപ്പാക്കാനും തൻ്റെ മകളെ ഒറ്റയ്ക്ക് വളർത്താൻ കരുത്ത് ലഭിക്കാനും പെച്ചിയമ്മാളെ മുത്തു എന്ന പുരുഷനാക്കി മാറ്റി. ഒരു അഭിമുഖത്തിൽ മുത്തുവിൻ്റെ മകൾ ഷൺമുഖസുന്ദരി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. വിവാഹം കഴിഞ്ഞ് 15-ാം ദിവസം വിധവയായി. മകൾക്കായി കൽക്കരി ഫാക്ടറിയിലേക്ക് ജോലിക്ക് പോയി. അവിടെ വെച്ച് പെച്ചിയമ്മാൾ മുത്തുമാസ്റ്ററായി. പുരുഷനെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയത് ഒരിക്കൽ ബീഡി വലിച്ചുകൊണ്ടിരുന്നപ്പോൾ. പെച്ചിയമ്മാൾ തൻ്റെ 20-ാം വയസ്സിലാണ് ശിവ എന്ന ഗ്രാമവാസിയെ വിവാഹം കഴിക്കുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് വെറും 15 ദിവസങ്ങൾക്കപ്പുറം ഹൃദയാഘാതം വന്ന് ശിവ മരണപ്പെട്ടു. വൈകാതെ താൻ ഗർഭിണിയാണെന്ന സത്യം പെച്ചിയമ്മാൾ മനസ്സിലാക്കി. അങ്ങനെ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. മകളെ ഒറ്റയ്ക്ക് വളർത്തുക എന്ന വലിയ വെല്ലുവിളിക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ അവർ തൂത്തുക്കുടിയിലെ ഒരു കൽക്കരി ഫാക്ടറിയിൽ ജോലിക്ക് കയറി. ജീവിതം കഠിനമായിരുന്നെങ്കിലും ഒരു ദിവസം ജോലിക്ക് പോകുന്നതിനുണ്ടായ ഒരു സംഭവം അവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. വൈകുന്നേരം ഫാക്ടറിയിലേക്ക് ഷിഫ്റ്റിനായി നടന്നു പോകുകയായിരുന്ന പെച്ചിയമ്മാളെ ഒരു ട്രക്ക് ഡ്രൈവർ തടഞ്ഞു നിർത്തുകയും ബലമായി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ഈ അനുഭവം അവരെ തളർത്തി, ഭീതിപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ അവർ ഒരു നിർണായക തീരുമാനമെടുത്തു. പെച്ചിയമ്മാൾ ഒരു ഷർട്ടും മുണ്ടും വാങ്ങി തിരുച്ചെന്തൂരിലേക്ക് യാത്രയായി. അവിടെ വച്ച് തല മുണ്ടനം ചെയ്ത ശേഷം ഒരു സ്ത്രീയായി അവസാനമായി ക്ഷേത്ര ദർശനം നടത്തി. പിന്നീട് പുറത്തേക്കിറങ്ങിയത് ഒരു പുരുഷൻ്റെ വേഷത്തിലായിരുന്നു. അതോടെ പെച്ചിയമ്മാൾ എന്ന കഥാപാത്രം അവസാനിച്ചു. മുത്തു എന്ന പുരുഷനായി മാറി. തൂത്തുക്കുടിയിലെ ഒരു ഹോട്ടലിൽ ആദ്യം പാചകക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് മുത്തുവിന് ഒപ്പമുള്ളവരും കസ്റ്റമർമാരും ചേർന്ന് മുത്തു മാസ്റ്റർ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. പിന്നീട് വർഷങ്ങളോളം ചെന്നൈയിലും മറ്റും പാചകക്കാരനായി ജോലി ചെയ്ത ശേഷം മുത്തു തൻ്റെ ചെറിയ മകളുമായി തൂത്തുക്കുടിയിലെ കാട്ടുനായ്ക്കൻപട്ടി എന്ന ഗ്രാമത്തിൽ തിരിച്ചെത്തി താമസമായി. അവിടെ ആർക്കും അവരുടെ ഭൂതകാലം അറിയില്ലായിരുന്നു. മകൾക്ക് 7 വയസ്സുള്ളപ്പോഴാണ് തൻ്റെ അമ്മയുടെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയുന്നത്. ഗ്രാമത്തിലെ കഠിനാധ്വാനിയായ ഒരു കർഷക തൊഴിലാളിയായി മുത്തു അപ്പോൾ പേരെടുത്തിരുന്നു. ഒരു പുരുഷനെ ജീവിക്കുമ്പോൾ തൻ്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാൻ മുത്തു മറ്റൊരു ശീലം കൂടി ബോധപൂർവം തെറ്റാണെന്നറിഞ്ഞിട്ടും വളർത്തിയെടുത്തു: ബീഡിവലി. ഒരിക്കൽ രാത്രി വൈകി വരുമ്പോൾ വഴിയിൽ കണ്ട ഒരു മദ്യപാനി മുത്തു ബീഡി കത്തിച്ചപ്പോൾ ഭായ് ഒരു തീപ്പെട്ടി തരുമോ എന്ന് ചോദിച്ച് കടന്നുപോയി. ഈ സംഭവം പുരുഷ വേഷത്തിൻ്റെ സുരക്ഷിതത്വം അവർക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നാൽ ഈ വേഷമാറ്റത്തിന് പിന്നിൽ വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പുരുഷന്മാർക്കിടയിൽ ജീവിക്കുമ്പോൾ തൻ്റെ ആർത്തവ ചക്രങ്ങൾ ആരും അറിയാതെ മാനേജ് ചെയ്യുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. കഠിനമായ ശാരീരിക അധ്വാനം ചെയ്യുമ്പോഴും വേദനകൾ സഹിക്കാൻ അവർ മരുന്നുകളെ ആശ്രയിച്ചു. 40-ാം വയസ്സിൽ അവർക്ക് നേരത്തെ തന്നെ അങ്ങനെ ആർത്തവ വിരാമവും ഉണ്ടായി. ഒരു അഭിമുഖത്തിൽ മുത്തുവിൻ്റെ മകൾ ഷൺമുഖസുന്ദരി ഒരു പ്രധാന കാര്യം വെളിപ്പെടുത്തിയിരുന്നു. കുട്ടിക്കാലത്ത് തൻ്റെ വല്യമ്മയാണ് സ്വന്തം അമ്മയെന്നാണ് ഷൺമുഖസുന്ദരി കരുതിയിരുന്നത്. പിന്നീട് മുത്തുവിനൊപ്പം താമസം തുടങ്ങിയ ശേഷമാണ് സത്യം ആ കുട്ടി മനസ്സിലാക്കിയത്. എങ്കിൽ പോലും പൊതുസ്ഥലങ്ങളിൽ അവൾ അമ്മയെ മുത്തു മാസ്റ്റർ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. തൻ്റെ അമ്മ അസാധാരണ കരുത്തുള്ള ഒരു സ്ത്രീയാണെന്ന് മകൾ ഷൺമുഖസുന്ദരി സാക്ഷ്യപ്പെടുത്തുന്നു. മകൾ വളർന്ന് വിവാഹിതയായി. സാമ്പത്തികമായി സുരക്ഷിതയായിട്ടും പെച്ചിയമ്മാൾ തൻ്റെ സ്ത്രീ വേഷത്തിലേക്ക് തിരികെ പോകാൻ തയ്യാറായില്ല. അതിജീവനത്തിനെ തുടങ്ങിയ വേഷപ്പകർച്ച ഒടുവിൽ അവരുടെ ജീവിതം തന്നെ മാറി. തൻ്റെ ഏറ്റവും ദുർബലമായ കാലഘട്ടത്തിൽ തനിക്ക് ധൈര്യം തന്ന ഈ പുരുഷ വ്യക്തിത്വത്തിൽ തന്നെ ശേഷിച്ച കാലവും ജീവിക്കാനാണ് ഈ 70കാരനായ മുത്തുമാസ്റ്റർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമുക്ക് ചുറ്റും കഥാപാത്രങ്ങൾ, ഭാവപ്പകർച്ചകൾ, വേഷവിധാനങ്ങൾ,
സ്ത്രീ പുരുഷ ജന്മങ്ങൾ, പുരുഷ വ്യക്തിത്വം, സ്ത്രീ വ്യക്തിത്വം, അങ്ങനെ കഥാപാത്രങ്ങൾ നിരവധിയാണ്.